ആപ്കി അദാലത്തിൽ ഡൽഹി മുഖ്യമന്ത്രിയായ രേഖ ഗുപ്തയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ ഡൽഹിയിൽ ഫോഴ്സ്റ്റഡ് CM ആണ് എന്നുള്ളതാണ്. രേഖ മാഡം, ഡൽഹിയിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് താങ്കളെ മുഖ്യമന്ത്രിയായി ആരും തന്നെ പ്രൊജക്റ്റ് ചെയ്തേയില്ല. എന്നിട്ടും ആം ആദ്മി പ്രവർത്തകർ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഡൽഹിയിലെ ജനങ്ങളല്ല ഇവരെ തെരഞ്ഞെടുത്തത്, നിർബന്ധത്തിന്റെ പേരിലാണ് ഇവരെ തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. നോക്കൂ രജി സാർ, ഞാൻ 2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മുടെ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ ഗാർഡിയനാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി. ഞാൻ പറയുന്ന ഇത്രയുള്ളൂ, ഡൽഹിക്ക് ആരാണ് കറക്റ്റ് അല്ലാത്തതെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അദ്ദേഹം എനിക്കതിനൊരു അവസരം തന്നെങ്കിൽ അതുപോലെ തന്നെ ഡൽഹിക്ക് നല്ല നല്ല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തീരുമാനം നല്ലതാണ്. പിന്നെ 2ാമത്തെ കാര്യം, അതായത് ഞാൻ കാരണം നാട്ടിലെ ജനങ്ങൾക്ക് എത്രത്തോളം മര്യാദ കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയായ എനിക്ക് മുഖ്യമന്ത്രിയായിട്ട് ക്യാപിറ്റൽ ഡൽഹിയിൽ എനിക്ക് പദവി തന്നിട്ടുണ്ടെങ്കിൽ, ഒരു വിശ്വാസത്തോടെ എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചിരിക്കാം, ഞാനൊരു ഇന്ത്യൻ സ്ത്രീയാണ്, എന്നെക്കൊണ്ടത് സാധിക്കുമെന്നും ഏത് കഷ്ടത്തിലും ഡൽഹിയെ നല്ലൊരു വഴിയിൽ കൂടെ നടത്താനാകുമെന്നും. പക്ഷേ ജനങ്ങൾക്കിത് അറിയാൻ ആഗ്രഹമുണ്ട്. അതായത് ഈ തീരുമാനം എടുക്കുന്ന സമയത്ത് മീഡിയകളിൽ പലരുടെയും പേര് പറഞ്ഞിരുന്നു. ഒരു സമയത്ത് സ്മൃതി ഇറാനിയുടെ പേരാണ് പറഞ്ഞിരുന്നത്. പ്രവേശ് വർമ്മയുടെ മകൻ TV-യിൽ ഇരുന്നുകൊണ്ട് അച്ഛനാണ് ചീഫ് മിനിസ്റ്റർ ആകാൻ പോകുന്നെന്ന് പറഞ്ഞു. ഇതിൽ മാഡം എങ്ങനെ ചീഫ് മിനിസ്റ്ററായി? എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റൂ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാ, ഒരു സാധാരണ ജനങ്ങൾ വന്നാൽ പോലും സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു തലവന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മനസ്സിലാവും ഒരു എക്സ്പീരിയൻസ് ഉള്ള രാഷ്ട്രീയക്കാരനെ നിർത്തി അവരെ വിശ്വാസത്തിലെടുക്കുന്നത്. പിന്നെ ആ നാടിനും ആ നാട്ടിലെ ജനങ്ങൾക്കും നല്ലത് ചെയ്യുമെന്ന് വിശ്വാസം ഉണ്ടാകുന്നത്. ഞാൻ എന്റെ ക്രെഡിറ്റ് മൊത്തം ഭരണാധികാരികൾക്കും പാർട്ടിക്കും നൽകുന്നു. BJP-യിൽ പൊതുവെ ഇങ്ങനെ പറയാറില്ലേ, ആരുടെ പേരാണ് കൂടുതൽ പറയുന്നത് അവർക്ക് ഒരു സന്ദർഭവും കിട്ടില്ലെന്ന്. താങ്കളുടെ പേര് പറയാതിരിക്കാൻ വേണ്ടി താങ്കൾ കൂടുതൽ എന്റെ പേര് പറയാൻ പാടില്ലെന്ന് വളരെയധികം ശ്രമിച്ചു നോക്കി. പക്ഷേ ഈ ചാനലുകാരാണെങ്കിൽ ദിവസവും കാണിച്ചുകൊണ്ടിരുന്നു, പെൺസിംഹം രേഖ ഗുപ്ത. എന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇതിലേക്ക് വരരുതെന്ന്. പക്ഷേ എനിക്കിത് തടുത്തു നിർത്താൻ പറ്റില്ലായിരുന്നു. എന്ത് സംഭവിച്ചാലും അതിൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കണം. ദില്ലിയെ സേവിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല മനസ്സോട് ചെയ്യണം. ഇതെന്നല്ല, ഏത് ജോലിയായാലും ഞാൻ ഭയഭക്തിയോടെ ചെയ്യാറുള്ളൂ. പക്ഷേ ഇങ്ങനെയും പറയാറുണ്ട്, BJP-യിൽ ആര് ഫസ്റ്റ് ലൈൻ നമ്പറിലിരിക്കുന്നോ അവരുടെ പേര് വരാറില്ലെന്ന് കേൾക്കും. സോ താങ്കൾ മുന്നിലിരുന്നോ അതോ പിന്നിലാണോ ഇരുന്നത്? എപ്പോഴും സെക്കൻഡ് ലൈനിലായിരിക്കും, ഫസ്റ്റ് ലൈനിൽ ഇരിക്കാറേയില്ല. ഞാനും 30 വർഷമായിട്ട് പാർട്ടി ജോലി ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നിരയിലിരിക്കുന്നവരുടെ നമ്പർ ഒരിക്കലും വിളിക്കില്ല. താങ്കൾ ആദ്യമായിട്ടാണ് MLA ആയിരിക്കുന്നത്. ഭരണത്തിൽ ഒരനുഭവം ഇല്ലാത്ത വ്യക്തിയാണ്. സോ എത്ര വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം ലഭിച്ചപ്പോൾ താങ്കൾക്ക് പേടി തോന്നി രാത്രിയിൽ ഉറങ്ങാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നല്ല പേടിയുണ്ടായിരുന്നു. രാത്രി ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട്. ഈ പദവിയിൽ എത്തുന്നതിനു മുമ്പ് താങ്കളെപ്പോലെ എനിക്ക് ഒരു ഗാർഡിയൻ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അദ്ദേഹം എന്തു പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല പേടിയുണ്ടെന്ന്. എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിച്ചു. എന്ത് സംഭവിച്ചാലും നല്ലതിനായിരിക്കും, പക്ഷെ കാര്യം അതല്ല. പിന്നെ ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാ, ഒന്നും കിട്ടിയില്ലേലും പാർട്ടി മെമ്പറായിട്ട് ജോലി ചെയ്യുന്നത് നല്ലതല്ലേ. എന്നെ മന്ത്രിയാക്കി പാർട്ടിയിലൊരു ജോലി തന്നാലും എനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഞാൻ എങ്ങനെ ജോലി ചെയ്യാനാ? സോ ആ ഒരു പേടി ആദ്യം തൊട്ടേ എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ കൂടെ സപ്പോർട്ടിന് അധികാരികളുണ്ട്, കൂട്ടുകാരുണ്ട്, പാർട്ടി മെമ്പേഴ്സുണ്ട്, മിനിസ്റ്ററുണ്ട്, വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഇതല്ലാതെ നമ്മുടെ സഹപ്രവർത്തകരും. നമ്മുടെ ലക്ഷ്യം വളരെ നേർമയുള്ളതും ശുദ്ധവുമായിരിക്കണം. പിന്നെ ഇതൊരു ടീമാണ്. എല്ലാവരും ഒന്നിച്ചു നിന്ന ഡൽഹിയെ നല്ലൊരു തലസ്ഥാനമാക്കി മാറ്റാൻ കഴിയും. 27 വർഷം താങ്കൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയിൽ കാത്തിരിക്കേണ്ടി വന്നു. ഡൽഹിയിൽ ഒരു ഭരണം വരാൻ വേണ്ടി അവരും കാത്തിരിക്കുകയായിരുന്നു. 7 MP-മാർ ജയിച്ചാലും ഡൽഹി നിയമസഭയിൽ തോറ്റുപോകും. ഇപ്പോൾ ഇത് പറയൂ, മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് മോദിജിയെ താങ്കൾ എത്ര പ്രാവശ്യം പോയി കണ്ടു? മോദിജിയെ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പാർട്ടി മെമ്പറായിട്ടും ഒരു ലീഡറായിട്ടും പല പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഉത്തരവാദിത്തമുള്ള ഒരു പ്രവർത്തകനായിട്ട് എനിക്ക് മോദിജിയെ നന്നായിട്ടറിയാം. പക്ഷേ അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് എന്തൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല.
ഈ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കൾ ഹരിയാനയിലുള്ള ഒരു വ്യക്തിയാണെന്ന്. പിന്നെ അവരെന്താ പറയുന്നത് വെച്ചാൽ ഈ ഗംഗാറാം, കാശിറാം ഇതുപോലെ മീഡിയേറ്റേഴ്സായിട്ടിരുന്നവരുടെ കൊച്ചുമോളാണെന്ന്. ഇതിനും ഡൽഹിക്കും എന്ത് ബന്ധമാണുള്ളത്? ശരി, താങ്കൾ ഇത് പറ, ഡൽഹിക്ക് സ്വന്തം ആരാണ്? എല്ലാരും ഡൽഹിയിലുള്ളവരാണ്. ഡൽഹി ഒരു മിനി ഇന്ത്യയാണ്. ഭാരതം എങ്ങനെയുള്ളൊരു പിക്ചറാണെന്ന് വെച്ചാ ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരിയുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. ഇപ്പൊ നോക്കിയ ഗുജറാത്ത് മുതൽ നോർത്ത് ഈസ്റ്റ് വരെയുള്ള എല്ലാ നാടുകളിൽ നിന്നും ജനങ്ങൾ ഡൽഹിയിലേക്ക് ഒരു സ്വപ്നം കണ്ടാണ് വരുന്നത്. പല വർഷമായിട്ട്, 30 വർഷമായിട്ട്, 40 വർഷമായിട്ട് ജനങ്ങൾ ഡൽഹി താമസിക്കുന്നുണ്ട്. സോ ഇതൊരു മിനി ഇന്ത്യയാണ്. ഡൽഹിക്കൊരു തനി ഗുണം എന്താണെന്ന് വെച്ചാ, എനിക്ക് മുമ്പും ഒരു സഹോദരൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഡൽഹിയുടെ മകനായിരുന്നു, പിന്നെ പഞ്ചാബിന്റെ പുത്രനുമായിരുന്നു. ഇപ്പൊ അദ്ദേഹം ബീഹാറിന്റെ ലല്ലയാണ്. ഞാനാണെങ്കിൽ ഡൽഹിയുടെ മകളാണ്. എന്റെ മുഴുവൻ മനസ്സോടെയും മുഴുവൻ നേരത്തെയും ഫുൾ ടൈം 24x7 ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് ജോലി ചെയ്യുന്നത് എന്റെ കടമയാണ്. അത് ഞാൻ ചെയ്യുകയും ചെയ്യും. പക്ഷെ ജനങ്ങൾ താങ്കളുടെ കാലിൽ ചക്രം കെട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞു. ദിവസം മുഴുവനും ചുറ്റിക്കറങ്ങുകയാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, ഡൽഹിയിലെ ജനങ്ങൾ രാജ്യത്തിന്റെ തലസ്ഥാനമാണിതെങ്കിലും അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വളരെയധികം ചുരുങ്ങിപ്പോകുന്നു. സോ എനിക്ക് തോന്നുന്നത് അവർ വലുതായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ലെന്നാണ്. അവർക്ക് വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരുടെ വീടിന്റെ മുന്നിൽ ഓടയിന്ന് വെള്ളം പോകുന്നില്ല, സെഫ്റ്റി ടാങ്ക് ഓവർഫ്ലോ ആകാൻ പാടില്ല, ഞങ്ങളുടെ സ്ട്രീറ്റുകളിലെല്ലാം വെള്ളം വരണം, വെളിച്ചം ഉണ്ടാകണം, കരണ്ട് കട്ടാകാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ അവർക്കറിയാം ആർക്കാണ് പവർ ഉള്ളതെന്നും ആരാണ് അധികാരത്തിലുള്ളതെന്നും. അവരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. സോ ഇന്ന് ഞാൻ അവരുടെ ആഗ്രഹങ്ങൾക്കെല്ലാം ചിറകു കൊടുത്ത് അവർ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി ഞാൻ വിചാരിക്കുന്നത് ഡൽഹിക്കൊരു ഫുൾ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നുകൊണ്ട് വളരെയധികം ബാക്ക്ലോങ് ഉണ്ട്, 27 വർഷമായിട്ടുള്ള ബാക്ക്ലോങ്ങുകളുണ്ട്. ആ ജോലികളെല്ലാം ചെയ്ത് തീർക്കണമെങ്കിൽ ഞാൻ ഡേ ആൻഡ് നൈറ്റ് കഷ്ടപ്പെട്ടേ മതിയാവൂ. താങ്കൾ പറഞ്ഞു വരുന്നത് അവരൊന്നും ചെയ്തില്ലെന്ന്. അവര് ഒരു ബോട്ടിലിനോടൊപ്പം മറ്റൊരു ബോട്ടിൽ ഫ്രീ ആയിട്ട് നൽകി. ഇതെല്ലാം സത്യമാണ്. പഠിച്ച രാഷ്ട്രീയക്കാരുടെ അടുത്തെല്ലാം സത്യത്തിലുള്ള റീസൺ ഉണ്ടെങ്കിൽ അത് ഈ രാജ്യത്തൊന്നും നടന്നിട്ടില്ല. അതവര് ചെയ്തിട്ടുണ്ട്. അവരെന്തൊക്കെയാ പറഞ്ഞത്? വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കും, കരണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കും, ഒരു ബോട്ടിലിന് ബോട്ടിൽ ഫ്രീ ആയിട്ട് കൊടുക്കും. അതുകൊണ്ടാണ് 2 പ്രാവശ്യം ജയിപ്പിച്ചത്. അതിനുശേഷം ജനങ്ങൾക്ക് മനസ്സിലായി ഇത് വെച്ച് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന്. അവർക്ക് ഇൻഫ്രാസ്ട്രക്ചറും വേണം, എഡ്യൂക്കേഷനും വേണം, ഹെൽത്തും വേണം, ഡൽഹിയുടെ വളർച്ചയും വേണം. ഡൽഹിയെ ലഹരിയിൽ അടിമപ്പെടുത്തുന്നവരെ അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ വളരെയധികം ദേഷ്യത്തോടെ അവരിവിടുന്ന് പറഞ്ഞുവിട്ടത്. ഡൽഹിയിലുള്ള ജനങ്ങൾ താങ്കളുടെ സർക്കാരിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്കിപ്പോൾ പബ്ലിക്കിനോട് ചോദിക്കാം. ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രി ശ്രീമതി ആതിഷി നിങ്ങൾക്ക് നേരെ ഒരു കുറ്റം ആരോപിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഭരണം തുടങ്ങിയത് മുതൽ നിങ്ങളുടെ ഹസ്ബൻഡാണ് ഭരണം നിയന്ത്രിക്കുന്നത് എന്ന്. ആദ്യത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാ, ഈ സമൂഹത്തിൽ കഴിഞ്ഞ് അതായത് 33 വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. 3 പ്രാവശ്യം നഗരസഭാ കൗൺസിലറും 3 പ്രാവശ്യം നിയമസഭാ അംഗവും. അതുകൊണ്ട് എന്റെ ജോലി മറ്റുള്ളവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒന്നുണ്ട്, എന്റെ കൂടെ ഒരു ടീമായിട്ട് ആയിരക്കണക്കിന് ജനങ്ങള് ഒന്നിച്ചു നിന്ന് ജോലി ചെയ്യുന്നു. ഇന്ന് പാർട്ടിയിലെ ജനങ്ങളും RWയിലുള്ളവരും അവരുടെ കുടുംബത്തിലെ അംഗങ്ങളും. ഇപ്പൊ ഒരു കുടുംബത്തിലെ അംഗമായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ അവരൊത്തൊരുമിച്ച് നിൽക്കാൻ പാടില്ലെന്ന്. എങ്ങനെയാണോ ആയിരക്കണക്കിന് ജനങ്ങൾ എന്റെ കൂടെ ചേർന്നിരിക്കുന്നത്, അങ്ങനെയാണ് എന്റെ കുടുംബാംഗങ്ങളും എന്റെ കൂടെ ചേർന്നിട്ടുള്ളത്. ഞങ്ങളെല്ലാം ഒന്നിച്ച് ജോലി ചെയ്യുന്നു. രേഖ മാഡം, ഇത് സത്യമാണോ? വിവാഹത്തിന് ശേഷം താങ്കൾ പബ്ലിക് ജോലികളെല്ലാം വിട്ടിട്ട് കുറച്ചുനാൾ വീട്ടിൽ തന്നെ ഇരുന്നെന്ന് സത്യമാണോ അത്? രജത് സാർ, ഞാൻ എങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്നാണോ വന്നത്? ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ ആദ്യം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. അതുവരെ എന്റെ കുടുംബത്തിന് എന്തുവെന്ന് പോലും അറിയില്ലായിരുന്നു. പ്രസിഡന്റ് ആവണമെങ്കിൽ പാർട്ടിയില് തിരഞ്ഞെടുപ്പുണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മ പറഞ്ഞത്, ദാ നോക്കുമോളെ, രാഷ്ട്രീയം കൊച്ചുകുട്ടികൾക്ക് ചേർന്ന ജോലിയല്ലെന്ന്, പ്രത്യേകിച്ചും പെമ്പിള്ളേർക്ക് പറ്റിയ ജോലിയല്ലെന്ന്. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും അവിടെയും ഈ തീരുമാനങ്ങളൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഒരു സാധാരണ ജീവിതം, കുടുംബത്തെ നോക്കണം. സോ ഈ പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടിയെപ്പറ്റി ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. അതില് ഒരു പെണ്ണ് സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു വിചാരിച്ച് എന്നെ കണ്ടുപിടിച്ച് എന്റെ വിരള് പിടിച്ച് ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് എനിക്കൊരു ജോലി തന്നു. അവരെല്ലാം എന്നെ ഉപദേശിച്ച്
ആ വിത്തിപ്പം മുളച്ച് ഒരു വലിയ മരമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ആ മരത്തിന്റെ നിഴലുകൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങളെ സഹായിക്കാൻ പറ്റിയിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ എവിടെ പോയാലും ശരി താങ്കളുടെ ചുറ്റിനും ഒരു കൂട്ടം സ്ത്രീകൾ ഉണ്ടാവുമെന്നാണ്. അവർക്കെല്ലാവർക്കും താങ്കൾ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ പകുതി ജനങ്ങളും ദാ നോക്ക് ഇവിടെ എത്രയോ സഹോദരിമാരിയ്ക്കുന്നുണ്ടെന്ന്. അവർക്കെല്ലാം തീർച്ചയായിട്ടും അത് തോന്നും. രേഖാ ഗുപ്തയല്ല മുഖ്യമന്ത്രിയായതെന്നും ഞങ്ങളാണ് മുഖ്യമന്ത്രിയായതെന്നും. പിന്നെ കണ്ട് പിന്നെ അവർക്കെല്ലാം എന്നോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് വെച്ചാ എവിടെ പോയാലും നിങ്ങൾ മറ്റ് സ്റ്റേറ്റിലുള്ള സിഎമ്മിനൊക്കെ നോക്ക്, എല്ലാരും രണ്ടടി മാറിയേ നിൽക്കാറുള്ളൂ. പക്ഷെ ഞാൻ ചെല്ലുമ്പോൾ ജനങ്ങളെല്ലാം എന്റെ അടുത്ത് എന്റെ കയ്യെ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അവരെല്ലാം എന്നെ അനുഗ്രഹിക്കാറുമുണ്ട്. അവരൊക്കെ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരിക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. പബ്ലിക്കിൽ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പൊ കറന്റില് എത്ര മുഖ്യമന്ത്രി ഉണ്ട്? അതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആരാ? അത് മാത്രല്ല എന്തുകൊണ്ട് ഇൻസ്പയർ ആയെന്നും പറയണം. എനിക്ക് ഇഷ്ടമുള്ള മുഖ്യമന്ത്രി ആരാണെന്ന് വെച്ചാ യോഗിജി അദ്ദേഹമാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കും ഇഷ്ടമാണ്.